ഹായ് ഫ്രണ്ട്സ്, വയനാട് രക്ഷാദൗത്യം 7ാം ദിവസം പൂർത്തിയാകുമ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഇന്നലെ ഗവൺമെൻറ് അതോറിറ്റീസ് സന്നദ്ധ സംഘടനകളെ വിലക്കി സൗജന്യ ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്ന്. അതെന്തിനായിരുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. സന്നദ്ധ സംഘടനകൾ സൗജന്യമായി ഭക്ഷണം നൽകട്ടെ, ആർക്കെന്ത് ചെയ്യാതെ സൗജന്യമായി കൊടുക്കുന്നു, അതും നല്ല ഭക്ഷണം. ഇന്നലെ ആർക്കും കൃത്യമായ ഭക്ഷണം കിട്ടിയില്ല എന്ന് ആരോപണവും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രവർത്തിക്കുന്നത്. അവർക്കെല്ലാം കൃത്യമായ ഭക്ഷണം കൊടുക്കുവാനായിട്ട് സർക്കാരിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയിൽപ്പുള്ളി കൊടുക്കുന്ന പോലെ കുറെ ചോറും സാമ്പാറും കൊടുത്താലൊന്നും ശരിയാവുകയില്ല. എന്ന് പറയാൻ സർക്കാർ അതിന് തണിക്കോണം കാണിക്കാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് നൽകുന്നത് കേരള ജനതയെ ഒന്നായി കണ്ടുകൊണ്ടാണ്, അല്ലാതെ LDF ഗവൺമെന്റിന്റെ മഹത്വം കൊണ്ടൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തേണ്ട ബാധ്യത, ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട്. LDF ഗവൺമെന്റ് ഏറ്റവും വലിയ പരാജയവും അത് തന്നെയാണ്, സമന്വയം. ആ 4 അക്ഷരത്തിന്റെ വില, അതിന്റെ പ്രസക്തി ഈ ഗവൺമെന്റിന് അറിഞ്ഞുകൂടാ. ഈ ഗവൺമെന്റ് പല പദ്ധതികളിലും പാളിപ്പോയതും സമന്വയം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. LDFന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്ന ആ ദൗത്യ സംഘത്തില് UDFും BJPയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, എന്ന് പറയാൻ അവരെ കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നടപ്പായി പോയേനെ. ആ പദ്ധതി പൊളിച്ച് പൂർണ്ണമായി UDF തന്നെയാണ്. അണ്ണാർക്കണ്ണും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ BJPയും അവരുടെ പങ്ക് വഹിച്ചു. അതുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുമായിരുന്ന വലിയൊരു പദ്ധതി, ബൃഹത് പദ്ധതി നടക്കാതെ പോയി. ഇനി നടക്കാൻ സാധ്യതയില്ല. ഇനി UDF ഗവൺമെന്റ് വന്നാൽ അവർക്ക് നടത്താൻ പറ്റുമോ? ഇല്ല. അവർ തുരങ്കം വെച്ച ആ പദ്ധതി അതേപോലെ നടപ്പാക്കാൻ അവർക്കാവുകയില്ല. BJPക്ക് ബദൽ പദ്ധതിയൊക്കെ ഉണ്ട്, പക്ഷെ അതിന് കാര്യമില്ല. BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയം മാറ്റിവെച്ചാൽ തന്നെ നമുക്കറിയാം, എല്ലാ ജനങ്ങളെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ആ ഔചിത്യം എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് കാണിക്കാത്തത്? ഞാൻ അത്ഭുതപ്പെടുന്നു. EGP ഈ സന്നദ്ധ സംഘടനകളെ വിളിച്ചു പറഞ്ഞുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഇനി നിങ്ങളുടെ ഭക്ഷണം വേണ്ട, ഞങ്ങൾ കൊടുത്തോളാം. ഈ നിങ്ങളും ഞങ്ങളും എന്തുകൊണ്ടുണ്ടായി? എല്ലാവരും ഒന്നിച്ചല്ലേ പ്രവർത്തിച്ചു ഇത്രയും ദിവസം? ഞങ്ങള് ഞങ്ങളുടെ പ്രസ്ഥാനമാണിത്, ഞങ്ങൾ നടപ്പാക്കുന്നു, കെടുത്തില്ല ഞങ്ങൾക്ക്, അത് തന്നെ കാര്യം. പക്ഷെ DGP എങ്ങനെ പറഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒന്നുമല്ലെങ്കിൽ വിദ്യാസമ്പന്ന ഒരു പോലീസ് ഓഫീസർ അല്ലേ, പറഞ്ഞു കാണുകയില്ല. ആരെങ്കിലും ആരോപിക്കുന്നതായിരിക്കണം. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഈ സംഭവങ്ങളെല്ലാം വൈറലാണ്. ഇലക്ട്രോണിക് മീഡിയ ശക്തമാണ്. എല്ലാവരും എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. മറക്കാതിരുന്നാൽ നന്നാണ്.